നമുക്ക് രാത്രിത്തെ ഫുഡ് നെയ്പത്തിരി ആക്കാം. നെയ്പത്തിരി ചിക്കൻ കറി നമുക്കൊരു സ്പെഷ്യലായിട്ട് വെക്കാം കേട്ടോ. അതിൻ്റെ റെസിപ്പിയൊക്കെ ഒന്ന് നമുക്ക് കാണാം. ഇത് രാവിലെ ഞങ്ങൾ കുതിർത്തിട്ട് വെച്ചിരുന്ന അരിയാണ് കേട്ടോ. പച്ചരി അല്ല, നമ്മൾ ചോറൊക്കെ വെക്കണ അരി തന്നെയാണ്. പിന്നെ അത് റേഷൻ അരിയാണ് കേട്ടോ. അത് രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് വേണ്ടത് വെച്ചാൽ ഇത് നമുക്ക് ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 15 ചെറിയ ഉള്ളിയും, പിന്നെ അത് ജീരകമാണ്. ചെറിയ ജീരകവും വലിയ ജീരകവും എടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂണ് വലിയ ജീരകം, അതിൽ 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ് കേട്ടോ നമ്മൾ ചേർത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. അത് നമുക്കിത് എല്ലാം കൂടെ ഈ അരിയിലോട്ടേക്ക് മിക്സ് ചെയ്യാമേ. പിന്നെ അതിൽ ഉപ്പിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മളിത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നോക്കണം കേട്ടോ. നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഉപ്പൊക്കെ വെച്ചിട്ട് നല്ലപോലെ ഇത് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരിച്ചെടുത്തിട്ട് വരാവേ. ഇത് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചൊന്ന് ലൂസ് ഉണ്ട്. അത് നമുക്ക് ടൈറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടിയില്ലേ, അതിട്ടിങ്ങാറ്റ് ടൈറ്റാക്കണേ. അത് നമ്മൾ മിക്സിയിൽ അരിക്കുന്നതുകൊണ്ട് നല്ല ടൈറ്റിൽ അരിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മിക്സിയിൽ. മാക്സിമം ഞാൻ ടൈറ്റിൽ തന്നെയാണ് അടിച്ചിട്ടുള്ളത്. നമുക്കിതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ അരിപ്പൊടി എല്ലാം ഇട്ട് സെറ്റാക്കിയതാ ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ടൈറ്റ് വേണം കേട്ടോ. അത് നമുക്ക് കുറച്ച് എടുത്തിട്ട് ഒരു കുഞ്ഞു കുഞ്ഞ് ബോൾസ് ആക്കി വെച്ചിട്ട് പരത്തിയിട്ട് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് ചുട്ടെടുക്കാം. അത് നമുക്കിത് കൈ വെച്ചിട്ട് തന്നെ ചെറുതാക്കി പരുത്തിയെടുക്കാം കേട്ടോ. ഒരേ കട്ടിയിൽ തന്നെ വേണേ. ഈ വലുപ്പം മതി. നമുക്ക് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇത് വന്നപ്പോൾ നമ്മൾ ഒരു സൈഡ് മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇതും കൂടി ഒന്നൊരു ചെറുതായിട്ടൊന്ന് കളർ മാറട്ടെ. മാറി വന്നിട്ടുണ്ട്. ചെറിയൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. ഈ ഒരു കളറിൽ മതി കേട്ടോ. നമുക്കിനി എണ്ണയിൽ നിന്ന് എടുക്കാം. നമുക്ക് അടുത്തത് നമുക്കിത് ഇടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. കൈ എണ്ണ തെറിക്കാതിരിക്കാൻ വേണ്ടി നല്ല ശ്രദ്ധിക്കണം. നമുക്കിനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമ്മൾ ചിക്കന് മാഗ്നേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. രാവിലെ ആക്കി വെച്ചതാണ് കേട്ടോ. ഇതിൽ പിന്നെ മസാല ഇട്ടതെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി ഒക്കെ ഇട്ടുങ്ങാറ്റ്, പിന്നെ അതിലേക്ക് തന്നെ വെളുത്തുള്ളി, ചുവന്നുള്ളി, ചെറിയ ഉള്ളിയില്ലേ അത്, പിന്നെ പച്ചമുളക്, മല്ലിയില എല്ലാം കൂടെ ഇട്ടുങ്ങാറ്റ് മിക്സിയിലിട്ടുങ്ങാറ്റ് അരിച്ചു വെച്ചതാണ് കേട്ടോ. അതാണിത്. പിന്നെ ഇത് വലിയുള്ളി, ഒരു 1.5 വലിയുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കറിവേപ്പില. ഇത് മാത്രമേ ഇപ്പോൾ നമുക്ക് കാണാനുണ്ടോ. ബാക്കിയൊക്കെ നമ്മൾ മിക്സിയിൽ ഇട്ടുങ്ങാറ്റ് ജ്യൂസ് ചെയ്തുങ്ങാറ്റ് ഇതിൽ മാഗ്നേറ്റ് ചെയ്തുങ്ങാറ്റ് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതിലത്തെ ചിക്കൻ എടുത്തുങ്ങാറ്റ് ഒന്ന് പൊരിച്ചെടുക്കണം. തിളച്ച എണ്ണയിലേക്ക് ഇട്ടുങ്ങാറ്റ് ചിക്കൻ നമുക്ക് ആദ്യം പൊരിച്ചെടുക്കാം കേട്ടോ. ഈ ഗ്രേവി നമുക്ക് ഇങ്ങനെ തന്നെ വെക്കാം. അങ്ങനെ നമ്മുടെ ചിക്കന് ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ പതുക്കതിൽ നിന്നും കോരിയെടുക്കാം കേട്ടോ. പിന്നെ ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പില ആദ്യം ഇടാം. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വലിയ ഉള്ളി അതിട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിവിടെ കിടന്ന് വഴറ്റി വരട്ടെ. അപ്പോൾ അതാ ഇങ്ങനെ ഇതുപോലെ വഴറ്റിയാൽ മതി കേട്ടോ. ഇത്ര വഴറ്റിയാൽ മതി, അധികം വേണ്ട.
അധികം താളിപ്പോണ്ട ഉള്ളി കേട്ടോ. ഇതിലേക്ക് നമുക്ക് എന്താ വെച്ചാൽ നേരത്തെ മാറ്റി വെച്ചിട്ടില്ലായിരുന്നോ ആ ഗ്രേവി ഇതിലോട്ട് ഒഴിക്കുക. ഇതും കൂടെ നല്ലപോലെ ഒന്ന് കുറച്ച് വറ്റി വരട്ടെ. ഇത് നല്ലപോലെ ഒന്ന് വറ്റി വന്നിക്കണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാവേ. നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് ഈ ഗ്രേവിയൊക്കെ ഒന്ന് ഈ ചിക്കൻ്റെ മുകളിലേക്ക് നല്ലോണം ഒന്ന് മിക്സായി വരട്ടെ. അങ്ങനെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവേ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ നെയ്പ്പത്തിരിയും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് കഴിച്ചിട്ട് നോക്കാം. നല്ല ചൂടുണ്ട്. ചെറിയൊരു പീസ് ചിക്കൻ കറി ഇതെല്ലാം വെച്ചിട്ട് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതാണ് നമ്മുടെ നെയ്പ്പത്തിലും ചിക്കൻ കറിയും. നെയ്പ്പത്തിരി എന്നും പറയും, നെയ്പ്പത്തൽ എന്നും പറയും. അപ്പോൾ ഞങ്ങളുടെ ചാനലൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.